നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാലക്കാട് എന്ന സ്ഥലത്തെപ്പറ്റി കേട്ടാൽ ആദ്യം മനസ്സിലോടിയെത്തുക കേരളത്തിന്റെ നെല്ലറയാണ് എന്ന് ചെറുപ്പകാലത്ത് പഠിച്ചതാണ്. അതിനും അപ്പുറത്തേക്ക് പാലക്കാടിനെ കൂടുതൽ അറിഞ്ഞപ്പോൾ സംഗീതജ്ഞന്മാരുടെ ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതരെ അടക്കം സംഭാവന ചെയ്ത പാലക്കാടിനെ കുറിച്ച് മെട്രോമാൻ ഇ ശ്രീധരൻ അടക്കമുള്ളവർ മത്സരിച്ചിരുന്ന പാലക്കാട്, അങ്ങനെ എന്തുകൊണ്ടും പ്രശസ്തമായ പാലക്കാടിനെ കുറിച്ച് ചിന്തിച്ചാൽ വലിയ സന്തോഷം ജനങ്ങൾക്കുണ്ടാകും. പാലക്കാടിനെ അറിയപ്പെടുന്നതും ഒരു കലാപരമായ കേരളത്തിന്റെ നെല്ലറയായ സ്ഥലമെന്ന രീതിയിൽ തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. എന്നാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി പാലക്കാടിനെ അറിയപ്പെടുന്നത് പെണ്ണുപിടിയന്മാരുടെ സ്ഥലമായിട്ടാണ്. പാലക്കാട് എപ്പോഴും നിറഞ്ഞു കേൾക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ലോകമെമ്പാടും പാലക്കാടിനെ നാണം കെടുത്തിയ ഒരു MLA പാലക്കാടുണ്ട്. ആ MLA 1.5 വർഷക്കാലം ജനപ്രതിനിധിയായിരിക്കുമ്പോൾ ഏതാണ്ട് 6 മാസത്തിലേറെയായി പെണ്ണുപിടിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് MLAയുടെ പേര് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടത് വലത് മുന്നണികൾക്ക് പാലക്കാട് ഇത്തരത്തിൽ വലിയ ഒരു നിക്ഷേപമുണ്ട്, അത് നമുക്കറിയാം. പാലക്കാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയ സംഭാവന പാലക്കാട് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. പാലക്കാടുകാരനാണ് അതിൻ്റെ പിന്നിൽ, അതായത് PK ശശി. ഇപ്പോൾ ആ PK ശശിയും കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു. ഏതായാലും PK ശശിയെ രക്ഷിക്കാൻ വേണ്ടി ആദ്യമായി പീഡനമടക്കുന്ന, ആ പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന ഒരു മെഷീൻ CPM സംഭാവന ചെയ്തിട്ടുണ്ട്. അത് അളക്കാനുള്ള ആ കാര്യങ്ങളൊക്കെ, അതിന്റെ പ്രൊസീജിയറൊക്കെ പൂർത്തിയാക്കിയത് PK ശ്രീമതിയാണെന്ന് മാത്രം. ഏതായാലും ആ തീവ്രതയൊക്കെ അളന്നു തീവ്രതയുമൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ തീവ്രത അളക്കേണ്ടി വന്ന മഹാൻ കൂടി ഇപ്പോൾ കോൺഗ്രസിലെത്തി. ഏതായാലും പാലക്കാട് MLA സ്ത്രീ പീഡകനാണെന്ന സംശയത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. ഒന്നിനു പുറകെ ഒന്നായി സ്ത്രീകൾ അണിനിരക്കുന്നു. മറ്റ് പറയാൻ കഴിയാത്ത, പുറത്തു പറയാത്ത 10ഓളം ആരോപണങ്ങൾ പിന്നാലെ ഉണ്ട് എന്നും പറയപ്പെടുന്നു. ഏതായാലും പാലക്കാടിനെ സുപ്രീം കോടതിയിൽ വരെ എത്തിച്ചിരിക്കുകയാണ് പാലക്കാട് MLA. അതൊക്കെ നിലനിൽക്കുമ്പോഴാണ്, അതൊന്ന് ആറിത്തണുത്ത് വരുമ്പോഴാണ് അടുത്ത സംഭവം ഉണ്ടാകുന്നത്. പാലക്കാട് കൗൺസിലറും ഈ പറയപ്പെടുന്ന MLAയുടെ സന്തത സഹചാരിയാണ്. ആ കൗൺസിലറും പാലക്കാട് MLAയുടെ അതേ പാത സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു SC/ST പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പാലക്കാട് കൗൺസിലറും കൗൺസിലറുടെ അച്ഛനുമൊക്കെ ആരോപണ നിഴലിലും കേസിൽ ഇപ്പോൾ ജാമ്യം എടുക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. കേരളത്തിൽ സ്ത്രീ സുരക്ഷയെപ്പറ്റി വല്ലാതെ വാചാലമാകുന്നുണ്ട് പിണറായി വിജയൻ. പക്ഷേ അത് രാഷ്ട്രീയപരമായി തേജോവധം ചെയ്യാനല്ലാതെ മറ്റൊന്നിനും പിണറായി വിജയന് സാധിക്കില്ല. ഇപ്പോഴും പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സഖാവ്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന സഖാവിനെ ഇപ്പോൾ വീണ്ടും ജയിലിൽ അയക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പേടിച്ചാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. PT കുഞ്ഞുമുഹമ്മദിന് കിട്ടിയ ആനുകൂല്യം ഇവിടെ ഈ പറയപ്പെടുന്ന സഖാവിന് കിട്ടാതെ പോയതിന്റെ പിന്നിൽ തെരഞ്ഞെടുപ്പ് എടുത്തത് മാത്രമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പാലക്കാട് സ്ത്രീകൾ ഇന്നലെ നിരത്തിലിറങ്ങി അവിടുത്തെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞിരിക്കുന്നു. സത്യത്തിൽ രമേശ് പിഷാരടി ഒരു നേർച്ചക്കോഴിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ ഒരു വീട്ടിലും കയറ്റാത്തത് കൊണ്ട് തമാശയൊക്കെ പറഞ്ഞ് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന രമേശ് പിഷാരടിയെ അവിടേക്ക് എത്തിക്കുക എന്ന തന്ത്രമാണ് ഇവർ ചെയ്തതെന്ന് വ്യക്തം. കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും വോട്ട് ചോദിച്ച് വീട്ടിലെത്തിയാൽ ചൂലെടുത്ത് തല്ലുമെന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ പാലക്കാട് സ്ത്രീകൾ മാറിയിരിക്കുന്നു. അത് ഇന്നലെ നമ്മൾ നേരിൽ കണ്ടതുമാണ്. ഇന്നലെ വടക്കുംതറ ഭാഗത്തേക്ക് എത്തിയ പാലക്കാട് വടക്കുംതറ ഭാഗത്തേക്ക് വോട്ട് തേടിയെത്തിയ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ അവിടുത്തെ സ്ത്രീകൾ അടക്കമുള്ളവർ കയറി തടയുന്ന സ്ഥിതി ഉണ്ടായി. പെണ്ണുപിടിയന്മാർ ഇവിടേക്ക് വരണ്ട എന്നതായിരുന്നു അവിടെ സ്ത്രീകൾ പറഞ്ഞത്. അതിന് വലിയ ആരോപണവും പ്രത്യാരോപണവും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അളമുട്ടിയാൽ കടിക്കാത്ത പാമ്പുണ്ടോ? എത്രയാണ് സ്ത്രീകൾ ഇങ്ങനെ സഹിക്കുക? കേരളത്തിലെ സ്ത്രീകളെ, അല്ലെങ്കിൽ കേരളത്തിലുടനീളമുള്ള സ്ത്രീകളുടെ സുരക്ഷയെപ്പറ്റി വാചാലനാകുന്ന മുഖ്യമന്ത്രി കപ്പും പിടിച്ച് ലവ് യു ടു ദി മൂൺ ആൻഡ് ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു ചുക്കും ചെയ്യുന്നില്ല. സഖാക്കളെയും കോൺഗ്രസ്സുകാരെയും തന്നെ ഒന്ന് നിലയ്ക്ക് നിർത്തിയാൽ തീരുന്നതേ ഉള്ളൂ കേരളത്തിലെ സ്ത്രീ പ്രശ്നങ്ങളെന്ന് അറിയാത്തവരല്ല കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ. ഏതായാലും ഇപ്പോൾ സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. രമേശ് പിഷാരടിയോട് ഒരു വീട്ടിലും കയറണ്ട, ഞങ്ങളുടെ നാട്ടിലേക്ക് വരണ്ട എന്ന് പറയാനുള്ള ആർജവം കാട്ടിയ ആ സഹോദരിക്ക് ഒരു ബിഗ് സല്യൂട്ട്. പെണ്ണുപിടിയന്മാരെ ഏതായാലും രാഷ്ട്രീയ നേതൃത്വങ്ങളും സർക്കാരും ഒക്കെ സംരക്ഷിക്കുന്ന സ്ഥിതിക്ക് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ രംഗത്തിറങ്ങുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പാലക്കാട് അതിനുള്ളൊരു സുവർണ അവസരമാണ്.
പാലക്കാടുകാർക്ക് ലഭ്യമായിരിക്കുന്നത്. പാലക്കാട് അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. പാലക്കാട് NDAയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാകുമ്പോൾ തീർച്ചയായും അവിടെ ഏതായാലും അത്തരം നാണക്കേടുകളൊക്കെ മാറ്റി ഒരു നല്ല വികസനം കൊണ്ടുവരാൻ, പാലക്കാടിന്റെ സർവതോമുഖമായ വികസനത്തിന് ഇഷ്ടം വെക്കുന്ന ആൾക്കാർക്ക് അതിന് സാധിക്കും. ഈ MLA ഉണ്ടാക്കിയ പെണ്ണുപിടിയനായ MLA ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാടെടുത്ത സ്ത്രീ, ആ നിലപാടെടുക്കുന്ന സ്ത്രീകൾ തീർച്ചയായും ശോഭാ സുരേന്ദ്രനോടൊപ്പം നിലയുറപ്പിച്ച ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണം. കേരളത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീ സുരക്ഷയെ പറ്റി, സ്ത്രീ വനിതാ മുഖ്യമന്ത്രിയൊക്കെ പറ്റി രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പറയുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഏതെങ്കിലും കാലത്ത് സ്ത്രീകൾക്ക് പരാതിയും പരിഭവവും ഇല്ലാതെ ഏതെങ്കിലും ഒരു കാലത്തെങ്കിലും ഒരു സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസിന് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും അവർ പറയുന്നത് സ്ത്രീകളെ മുഖ്യമന്ത്രിയാക്കുന്നതിനെ പറ്റിയാണ്. ആർക്കെങ്കിലും മുഖ്യമന്ത്രിയാകാൻ സ്ത്രീകൾക്ക് കോൺഗ്രസിൽ കഴിയുമെങ്കിൽ, അത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആകാൻ അവസരം സിദ്ധിക്കുമെങ്കിൽ ഇപ്പോൾ അത് രണ്ടുപേർക്കേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഒന്നുകിൽ പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധി. പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ച് ജയിപ്പിക്കണമെങ്കിൽ വയനാട്ടിൽ വന്നതുപോലെ ആരെയെങ്കിലും രാജിവെപ്പിച്ച് ഇവിടെ നിന്ന് മത്സരിപ്പിച്ച് MLA ആക്കി മുഖ്യമന്ത്രിയാക്കാമെന്നല്ലാതെ മറ്റൊരു സ്ത്രീക്കും അതിനുള്ള സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും അങ്ങനെ തന്നെയാണ്. സ്ത്രീകളോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള നെറുകേടാണെന്ന കാര്യത്തിലൊരു സംശയമില്ല. ഏതായാലും ഇപ്പോൾ ഈ വനിതാ മുഖ്യമന്ത്രി എന്ന വാദമൊക്കെ മുന്നോട്ട് വെക്കുന്നത് രണ്ട് കാര്യം കൊണ്ടാണ്. സ്ത്രീ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന കോൺഗ്രസിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു വഴി. മറ്റൊന്ന്, 52% വരുന്ന സ്ത്രീകൾ, അതായത് പുരുഷന്മാരെക്കാട്ടിൽ കൂടുതലുള്ള സ്ത്രീകളാണ്. 52% വരുന്ന സ്ത്രീകളുടെ വോട്ടിൽ കണ്ണുനട്ടാണ് ഈ ഗിമ്മിക്കുകളെല്ലാം. പക്ഷേ പാലക്കാടെ സ്ത്രീകൾ അങ്ങനെയല്ല എന്നവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ കൂടി വിജയിക്കുന്നതോടെ അത് ഊട്ടി ഉറപ്പിക്കാനുള്ള സാഹചര്യമാണ് പാലക്കാട് സ്ത്രീകൾക്കുണ്ടായിരിക്കുന്നത്. ആത്മാഭിമാന ബോധമുള്ള സ്ത്രീകൾ പാലക്കാട് ശോഭാ സുരേന്ദ്രന് വേണ്ടി നിലകൊള്ളുക തന്നെ വേണം. അവർ എന്തിനുമപ്പുറം, കക്ഷിമത രാഷ്ട്രീയ വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കപ്പുറം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സ്ത്രീ വനിതാ നേതാവ്, ഒരു പൊളിറ്റിക്കൽ മുഖമായി നിൽക്കുന്ന വനിതാ നേതാവ് എന്ന രീതിയിൽ അവർക്ക് കേരളീയ പൊതുസമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് രമേശ് പിഷാരടിയെ പോലെ കോൺഗ്രസിന്റെ ഒരു തരത്തിലും വീട്ടിൽ കയറി വോട്ട് ചോദിക്കാൻ കഴിയാത്ത കോൺഗ്രസിന്റെ നേർച്ചക്കോഴിയായ രമേശ് പിഷാരടിക്ക് വോട്ട് ചെയ്യണോ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യണോ എന്ന് സ്ത്രീകൾ തീരുമാനിക്കാനുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് സ്ത്രീകൾക്ക് കൈവന്നിരിക്കുന്നത്. സ്ത്രീകൾ അത് വിനിയോഗിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ എനിക്കുമുള്ളത്.